ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒന്നുമില്ല, ഒരു പുതിയ സൈക്കിൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈക്കിള് ഫിറ്റിങ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോ, പിന്നെ സൈക്കിളിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയൊന്നുമില്ല. ഇവിടുത്തെ സൈക്കിൾ എങ്ങനെ വരുന്നത്, നമ്മൾ നാട്ടിലൊക്കെ സൈക്കിൾ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് ഫിറ്റിംഗ് ചെയ്തിട്ടാണ് വാങ്ങിക്കാറ്. ഇങ്ങനെ വരുന്നതും ഉണ്ടല്ലോ നാട്ടില്, നമുക്ക് അസംബ്ലി നമ്മളെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഇതിക്ക് വരലുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ നമ്മള് ആമസോണിൽ നിന്നാണ് സൈക്കിൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി എൻ്റെ മൂന്നാമത്തെ സൈക്കിളാണ്. ഫസ്റ്റ് സൈക്കിൾ ഞാൻ വാങ്ങിച്ച ശേഷം നാട്ടിലത്തെ 1,10,000 അടുത്തുള്ള സൈക്കിളാണ് അത്. ഇവിടെ 900 സംതിങ് പൗണ്ട് മേടിച്ചിട്ട് 4 ദിവസമായിട്ടുള്ളൂ. 5ാമത്തെ ദിവസം അത് ഞാൻ മറ്റേ ഡൊണേറ്റ് ചെയ്തു ഒരു കള്ളന്. കള്ളൻ വന്നിട്ട് അവന്റെ പ്രാരാബ്ദങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് പോയി രക്ഷപ്പെടുന്ന തന്നെ കൊടുത്തയച്ചു. അങ്ങനെ അവൻ കൊണ്ടുപോയി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. കാരണം മറ്റുള്ളവർ മുതലെടുക്കുന്നവർ രക്ഷപ്പെടുന്നല്ലേ, അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ സൈക്കിൾ എടുത്തു. അത് ഏകദേശം 1 വർഷത്തോളം എന്നെ നന്നായിട്ട് കൊണ്ടുനടന്നു. അത് ചെറുതായിട്ട് ഒരു ആക്സിഡന്റ് ആയി. ചെറുതായിട്ട് കാറിന് വന്ന് ഒരു അപ്പൂപ്പ വന്ന് എന്നെ ചെറുതായിട്ട് തട്ടി. ഞാൻ റോഡ് സൈഡിൽ കൂടി, നമ്മുടെ ഇവിടെ കാറിന് ഒരു ട്രാക്കും സൈക്കിളിന് ട്രാക്ക് ഉണ്ട്, അതിൽ കൂടി പോകുമ്പോൾ പെട്ടെന്ന് മെയിൻ റോഡിൽ നിന്ന് അയാൾ അപ്പൂപ്പൻ വീട്ടിലേക്ക് കയറ്റിയതാ. അപ്പൊ ഞാൻ ചെന്നിട്ട് ജാമാക്കി. അങ്ങനെ എൻ്റെ സൈക്കിളിന്റെ ഫ്രണ്ടത്തെ ആ വീലുണ്ടല്ലോ, മറ്റേ സോക്കാഫ്സറിന്റെ സാധനം, അത് ജസ്റ്റ് ആയിട്ട് ബെൻഡായി. അപ്പോൾ സൈക്കിൾ മാറ്റണം എന്നാണ് വിചാരിച്ചിട്ടാണ് പുതിയ സൈക്കിൾ എടുത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ പഴയ സൈക്കിള്. ഇതിന് കംപ്ലൈന്റ് ഒന്നുമില്ല, സൈക്കിൾ അടിപൊളിയാണ് അല്ലേ, എല്ലാം നല്ല സൂപ്പറാണ്. പക്ഷെ ഇതിലെന്താ വെച്ചാല് അയ്യോ അയ്യോ സൈക്കിൾ ജസ്റ്റ് വീണ പഴയ സൈക്കിൾ അല്ലേ. ഇതിന്റെ ഈ ഒരു സാധനമാണ് ബെൻഡ് ആയിട്ടുള്ളത് അല്ലേ. ഇത് സ്റ്റഡിയിൽ നിൽക്കേണ്ട സ്റ്റെമ്പാണ്. ഈ സ്റ്റെമ്പ് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വളഞ്ഞ് കയറി. ഈ സ്റ്റെമ്പ് മാത്രം മാറ്റി കഴിഞ്ഞാൽ ഈ സൈക്കിൾ ഇവിടെ ഓക്കെയാണ്. പക്ഷെ ഇത് ഞാൻ 2 ഷോപ്പ് കയറിയിട്ടപ്പോൾ അവർ ഈ സ്റ്റെമ്പ് കിട്ടാനില്ല, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ടയർ എത്ര ഗ്യാപ്പ് ഉള്ളൂ. നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഈ പടലുമേ വന്ന് സൈക്കിൾ തട്ടും. ഇതാണല്ലോ, ഇത് നമ്മൾ സൈക്കിൾ ഓടിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സൈക്കിൾ ഓടിക്കണ സമയത്തുണ്ട് ഇതുമ്പോൾ ടച്ച് ചെയ്യും. അത് നമ്മൾ സ്പീഡ് പോണ സമയത്ത് അങ്ങനെ പെട്ടെന്ന് ഈ സാധനം എത്തലും ഒടിക്കലും ഒക്കെ പാടെ. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പോൾ നമ്മൾ ഈ സൈക്കിൾ കൊണ്ട് പോകുന്നത്. പക്ഷെ ആ ഒരു റിമ്മ്, ഈ സാധനം മാറ്റി കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. അത് ബാറ്ററി നല്ല പവർഫുൾ ബാറ്ററിയാണ്. സൈക്കിൾ ഓക്കെയാണ്, അടിപൊളിയാണ്. പിന്നെ ബ്രേക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ബാക്കത്തെ ബ്രേക്ക് എനിക്ക് ഈ ക്ലിപ്പ് ഞാൻ ബ്രേക്ക് പിടിച്ച സമയത്ത് ഇതിന്ന് പോന്നു, ഈ ഫ്രണ്ടത്തെ ഇതിനുള്ളിൽ നിന്ന് പോന്നു. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സൈക്കിള് അല്ലേ. ടയറുകൾ കയറിയപ്പോൾ വേറൊരു മോഡൽ സൈക്കിളായി. അതിൻ്റെ വെറുതൊക്കെ പോയപ്പോൾ സർക്കസേരെ സൈക്കിൾ പോലെയാണ്. ഞാൻ അതോട് പോകുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കി ചിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പുതിയ സൈക്കിൾ എടുത്ത്. അപ്പോൾ ഈ സെയിം ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കിളിനെ ഞാൻ വീണ്ടും എടുത്തു. അപ്പോൾ എന്താ, എനിക്ക് 2 ബാറ്ററി യൂസ് ചെയ്യാം. ഇതിൻ്റെ സെയിം എടുക്കുകയാണെങ്കിൽ 2 ചാർജർ ഉണ്ടാവും. ഇതും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ സെയിം ബാറ്ററി നോക്കിയിട്ട് ഞാൻ സെയിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതും യൂസബിൾ ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും സൈക്കിൾ എടുത്തത്. നമ്മുടെ സൈക്കിള്, ഈ സൈക്കിളിൻ്റെ കമ്പനി BPB 2 ഇതാണ് ഇതിൻ്റെ കമ്പനി. ഇതിൻ്റെ കമ്പനിയുടെ പേരാണെന്നാണ് യോക്ലസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. സെയിം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് സൈക്കിൾ വരിക, ബോക്സ് ഞാൻ പൊട്ടിച്ച്, ഇതാണ് സൈക്കിള്. ഇത് നമ്മൾ എടുത്തിട്ട് സെയിം കളർ തന്നെ, നമ്മൾ സൈക്കിൾ മാറ്റിയെന്ന് ആരും അറിയണ്ട. അപ്പോൾ സെയിം കളർ തന്നെ ആക്കി, വൈറ്റ് കളർ. അപ്പോൾ ഇത് നമുക്ക് ഇതിലൊന്ന് എടുത്തിട്ട് ഒന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ സൈക്കിൾ നമുക്ക് പുറത്തേക്ക് ഇത് ആദ്യം, ഇത് മറ്റേ ബാക്കത്തെ കേരിയറാണ്. കേരിയറിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇവിടെ നമ്മൾ ബാക്കിലൊന്നും ആരും ഇരുത്തലും അങ്ങനത്തെ ഒരിടുന്നുണ്ടല്ലോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. സൈക്കിൾ പുറത്തിലോട്ട് എടുക്കാം. അപ്പൊ നമുക്ക് സൈക്കിൾ പുറത്തേക്ക് എടുക്കാം. കാല് ഇതാണ് സൈക്കിൾ ആകെ എടുക്കാല്ലേ. സാധനം വെച്ചിട്ടുണ്ടോ, ഇതിന്റെ ഫിറ്റിങ്സ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ള. അപ്പൊ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മുന്നേടിയായി നമുക്ക് 2 തെർമോക്കോൾ എടുത്ത്, ഇവിടെ തെർമോക്കോൾ അല്ല, ഫോണിലാണ് ഇവിടെ വെക്കാം. കവർ പൊട്ടില്ല, കവർ
സബ്സ്ക്രൈബ്. അവിടെ കിടക്കട്ടെ. ഇത് ഫിറ്റ് ചെയ്ത് സൈക്കിൾ ആക്കി എടുക്കണം. നാട്ടിലൊരു ബൈക്ക് വാങ്ങിക്കുന്ന പൈസയാണ് ഒരു സൈക്കിളിനോടെ. എൻ്റെ ആ സൈക്കിളിന് വന്നത് 600 സംതിങ് വരുന്നുണ്ട്. ഇതിന് ഏകദേശം ആ റേഞ്ച് ഇതിന് വരുന്നുണ്ട്. നമുക്ക് സ്കൂട്ടി വാങ്ങിക്കാം. ഇപ്പൊ നാട്ടിൽ സ്കൂട്ടിക്കൊക്കെ വില കൂടിയിട്ടാന്ന് തോന്നുന്നു. ഞാൻ പോയ സമയത്തൊക്കെ ആ പൈസക്കുള്ള സ്കൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്കൂട്ടിയുടെ ലെവലാണ് അതിന്. ഇതിന്റെ ബാറ്ററി ആയിട്ടോ. ഇവിടെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് പേഴ്സണലായിട്ട് സൈക്കിളാണ്. നല്ല കൂടുതൽ ഒരു പെർസെൻറ്റേജ് ആൾക്കാരും സൈക്കിൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജോലിക്ക് പോകാനും ഇലക്ട്രിക്കിന്റെ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സൈക്കിളും. നോർമൽ സൈക്കിളൊക്കെ നല്ല സൈക്കിൾ ഏകദേശം ഒരു 200-300 പൗണ്ട് കൊടുത്താൽ കിട്ടും. നല്ല സൈക്കിൾ കിട്ടും. കൂടുതൽ ആൾക്കാരും സൈക്കിളിലാണ് ജോലിക്കൊക്കെ പോക്ക്. പിന്നെ കാറിലൊക്കെ പോണവരുണ്ട്. നമ്മൾ എന്തൊക്കെ കയറിക്കുന്നു. ലാസ്റ്റ് മറ്റേത് മാതിരി ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞ് സ്ക്രൂ ആക്കിയാവോ? അതിന്റെ ടയർ പോകാൻ നിൽക്കുന്നില്ലല്ലോ. സെയിം പിച്ച് വാങ്ങിച്ചത് നമുക്ക് സെയിം അതിന്റെ ബാറ്ററി യൂസ് ചെയ്യാലോ എന്നുള്ള കേട്ടിട്ടാണ്. സെയിം ആയിട്ട് തന്നെയല്ലേ? സെയിം തന്നെയാണ്. ഓൾമോസ്റ്റ് ഒക്കെ സെയിമോ? നമുക്ക് ബോക്സ് പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റിങ്സ് ചെയ്യാനുള്ള കിറ്റ് ഉണ്ട്. ടൂൾസ്, ഒരു പഞ്ചർ. ഇതെന്താ സാധനം എനിക്കറിയില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതായിരുന്നു. ഞാനിത് അത് മൊബൈൽ സ്റ്റാൻഡാണ്. മൊബൈൽ ഹോൾഡറാണ് സെറ്റ്. ഇത് ബാറ്ററി, സീറ്റ്, ഒരു ലോക്ക് ഉണ്ട്. വണ്ടി കൂട്ടാനുള്ള ഒരു ലോക്ക്, റിഫ്ലക്ട് ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സ്, ഇത് നമ്മളെ പടല്, സീറ്റ് കവർ, സീറ്റ്. സ്കൂൾ മണ്ടോ? ഇത് നമ്മളെ മറ്റേ ഹാൻഡില് ഫിറ്റ് ചെയ്യാനുള്ള സ്കഫാണ്. പിന്നെ ഐറ്റംസ് അതാണ് ബോക്സിലുള്ളത്. ഫിറ്റിങ്സ് ആയിട്ട് എന്തൊക്കെ എക്സ്ട്രാ ബാക്കിയാവും നമുക്ക് നോക്കാം. അതിൽ ബാറ്ററി ഒക്കെ എന്താണ്, ഇതിനുള്ളിലാണ് ബാറ്ററി. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി, സൈക്കിളിന്റെ ബാറ്ററി വരുന്നത്. പാപ്പിച്ചോ? സെയിം ബാറ്ററി അല്ല, ഇതിന്റെ സെയിം ബാറ്ററി, ഇതും സെയിം ബാറ്ററി. അതാണ് നമ്മൾ ഇതിന് മുൻകൂട്ടി കണക്കാക്കിയത്. സെയിം ബാറ്ററി. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാം.
ഇതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ കറക്റ്റ് കിട്ടുക. നമ്മൾ ടയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റേ ഇതിന്റെ സ്ക്രീന് സെറ്റ് ചെയ്തു. അത് ഇവിടെ നമ്മളതിന്റെ വയറ് ഇവിടെ സെറ്റ് ചെയ്തു. ഇത് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ബാറ്ററി, പുതിയ ബാറ്ററീസ് ഇതിൽ വെച്ചു. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഇത് ഓണായി. അപ്പോൾ ഇനി നമുക്കിത് സ്പീഡ് കൂട്ടുന്നുണ്ടെങ്കിൽ ഈ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അല്ലേ 1 2 3 4 5 വരെയാണ് സ്പീഡുള്ളത്. നമുക്ക് ഇനി ഫുൾ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് എന്ത് ചെയ്യാം, ട്രയൽ നോക്കി വെക്കാം. ഓക്കെ. പിന്നെ ഈ പ്ലസ് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓണാവും. ഇല്ലേ ലൈറ്റ് എത്തൂല, ആർത്തി അല്ലേ, ലൈറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ ഏതായാലും കഴിഞ്ഞ് നമുക്ക് പാഡല് ഇത് ഫിറ്റ് ചെയ്യാം. ലൈറ്റ് ഫിറ്റ് ചെയ്യണം, പെഡൽ ഫിറ്റ് ചെയ്യണം, ബാക്കത്തെ കേരിയർ ഫിറ്റ് ചെയ്യണം, സീറ്റ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ പതുക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത വീടിൻ്റെ അടുത്തുള്ള പാർക്കൊക്കെ വന്നതാണ്. ഇതൊക്കെ സൈക്കിളും നടക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മുടെ സൈക്കിളാണല്ലേ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിളാണ് ഇത്. നമുക്കിനി ജസ്റ്റ് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത്. സാധനം കാണണമായതല്ല, മുതൽ കൊടുത്ത സാധനം നമുക്കിത് നല്ലൊരു മുതലുണ്ടാക്കാം. അത് ഉണ്ടാക്കണ കാര്യങ്ങളൊക്കെ ഞാൻ നാളെ തൊട്ടുള്ള വീഡിയോസിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതിന് മുടക്കിയ പൈസ ഒരു മാസം കൊണ്ട് നമ്മൾ ഇതിൽ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ബാറ്ററി ഓണാക്കണം. ബാറ്ററി ഓണാക്കിയതിന് ശേഷം ഇതാണ് ഇതിൻ്റെ പവർ സ്വിച്ച്. അപ്പോൾ ഇത് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ ഓണായി അല്ലേ. അപ്പോൾ നമുക്ക് ഏത് പൊസിഷനിലാണ് സ്പീഡ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യുക. ഇത് സ്പീഡ് സെറ്റ് ചെയ്യുന്നത് നമ്മളെ ഇതിൻ്റെ ആണ്, നമ്മുടെ ചെയിനിൻ്റെ സ്പീഡാണ് ഇത് സെറ്റ് ചെയ്യണത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഈ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 സ്പീഡ് നമുക്ക് ഇതിലുള്ളത്. അപ്പോൾ ഇത് വേറൊന്നുമില്ല, നമുക്ക് എത്ര സ്പീഡ് ആക്കി വെക്കുക. പിന്നെ നമ്മളെ പടൽ മറിച്ചതിനനുസരിച്ചിട്ട് സ്പീഡ് അങ്ങനെ പോകും. വേറെ പ്രത്യേകിച്ച് ഇതിന് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. മിനിമം ഇതിന് 16 സ്പീഡുള്ളൂ. ഇതിൻ്റെ ടോപ്പ് സ്പീഡുള്ള വേരിയൻസും ഉണ്ട്, പക്ഷെ നമ്മളത് 16 സ്പീഡുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഏതായാലും സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, 5 തന്നെ ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് സൈക്കിൾ ഒന്ന് പടലിങ്ങനെ ഓടിച്ചാൽ മതി. ഇല്ലേ നല്ല സ്പീഡാണ്. ഇതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അല്ലേ? 10 11 ഉണ്ടോ? അപ്പോൾ 15 സ്പീഡിലാണ് പോണത്. ജസ്റ്റ് പടലിങ്ങനെ മറിച്ചെടുത്താൽ തന്നെ സൈക്കിള് കണ്ടേ അങ്ങോട്ട് പറക്കും. അതാണ് നമ്മുടെ സൈക്കിളിൻ്റെ പ്രത്യേകത. ബ്രേക്ക് പിടിച്ചാൽ സ്പീഡ് കുറയും. വീണ്ടും നമുക്ക് അങ്ങോട്ടേക്കുള്ള ജസ്റ്റ് പടലൊന്ന് മറിച്ചെടുത്തായി. തന്നെ ഒച്ച ശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പോൾ 15 സ്പീഡിലാണ് നമ്മളെ സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഓഫ് റോഡാണ്. റോഡ് കൂടി എല്ലാത്തോടത്തും ഓടിച്ച് കാണിച്ചു തരാം. Thank you. ഇതാണ് നമ്മുടെ സൈക്കിളിൻ്റെ വീഡിയോ. അപ്പോൾ സൈക്കിളിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. സൈക്കിളൊക്കെ ഇവിടെ എടുക്കാനും സിമ്പിളാണ്, നമുക്ക് ഉപയോഗിക്കാനും നല്ല സുഖമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സൈക്കിള്, മൂന്നാമത്തെ സൈക്കിള്. ഇനി ഞാൻ ഇത് മേടിച്ച കാശ് ഒരാഴ്ച ഉണ്ടാക്കുന്ന വീഡിയോസ് ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ
പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവരോടും ബായ്. ഓക്കെ, സി യു.